ഹലോ, ദിസ് ഈസ് റോബിൻ. നമ്മളിന്ന് പോകുന്നത് ലേൺ ഇംഗ്ലീഷ് വേർഡ്സിൻ്റെ 29ാം ഭാഗത്തിലേക്കാണ്. ശ്രദ്ധിക്കുക, ലേൺ ഇംഗ്ലീഷ് വേർഡ്സിൻ്റെ മുൻപുള്ള ഭാഗങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ ഇന്നത്തെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്ത് നോക്കുക. ലേൺ ഇംഗ്ലീഷ് വേർഡ്സ് പ്ലേലിസ്റ്റ് ലിങ്ക് അവിടെ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് പാർട്ട് 1 തൊട്ട് കാണാൻ സാധിക്കും. ലേൺ ഇംഗ്ലീഷ് വേർഡ്സിന് മാത്രമല്ല, ഈ ചാനലിലുള്ള എല്ലാ പ്ലേലിസ്റ്റുകളുടെ ലിങ്ക്സും ഇന്നത്തെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ലേൺ ഇംഗ്ലീഷ് വേർഡ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇംഗ്ലീഷ് വാക്കുകളുടെ അർത്ഥം മാത്രമല്ല, അത് വെച്ചുള്ള റിയൽ ലൈഫ് യൂസേജസ് ആണ്. ആ വാക്കുകളുടെ റിയൽ ലൈഫ് യൂസേജസ് ആണ്, അതായത് സെൻറ്റൻസ് യൂസേജസ്. നിങ്ങളിൽ പലർക്കും ഇംഗ്ലീഷിൽ സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ റൈറ്റ് ടൈമിൽ റൈറ്റ് വേർഡ്സ് മനസ്സിൽ വരാറില്ല. അറിയാവുന്ന വാക്കുകൾ മനസ്സിൽ വരാറില്ല, സംസാരിക്കുമ്പോൾ ആ വാക്കുകൾ കിട്ടാറില്ല. കാരണം എന്താണ്? അർത്ഥം മാത്രം അറിഞ്ഞാൽ പോരാ, നമുക്ക് ആ വാക്കുകളുടെ സെൻറ്റൻസ് യൂസേജസ് നമ്മൾ പ്രാക്ടീസ് ചെയ്തെങ്കിൽ മാത്രമാണ് റൈറ്റ് ടൈമിൽ വേർഡ്സ് നമുക്ക് കിട്ടുക. റൈറ്റ് ടൈമിൽ നിങ്ങൾക്ക് റൈറ്റ് വേർഡ്സ് കിട്ടണം. ഒരു കാര്യം മലയാളത്തിൽ ആലോചിച്ച് ഇംഗ്ലീഷിൽ പറയുമ്പോൾ വേർഡ്സ് ബ്ലോക്ക് വരരുത്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. നിങ്ങൾ ഇതിനുവേണ്ടി നോട്ട്ബുക്ക് മാറ്റി വെക്കുക. വേർഡ്സിൻ്റെ മീനിങ്ങും അതുപോലെ സെൻറ്റൻസ് യൂസേജസും നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്യാം. അത് മാത്രമല്ല, ട്രെയിനിങ് സെഷൻ അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ ഇന്ന് പഠിച്ചിട്ടുള്ള വേർഡ്സിൻ്റെ മീനിങ്സോ അല്ലെങ്കിൽ സെൻറ്റൻസ് യൂസേജസോ ഒന്നോ രണ്ടോ എങ്കിലും നിങ്ങൾ കമൻസിൽ നോട്ട് ഡൗൺ ചെയ്യുക, കമൻസിൽ എഴുതുക. അത് ഈ വീഡിയോ കാണുന്ന എല്ലാ വ്യൂവേഴ്സിനും ഇൻസ്പയറിംഗ് ആയിരിക്കും. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ആദ്യത്തെ വാക്കാണ് ഡിസ്റിഗാർഡ്. ഡിസ്റിഗാർഡ്, DISREGARD. ഡിസ്റിഗാർഡ് ഇതൊരു വെർബാണ്. എന്തൊക്കെയാണ് അർത്ഥങ്ങൾ വരുന്നത് നോക്കിക്കോളൂ. ശ്രദ്ധിക്കാതിരിക്കുക, എന്തെങ്കിലും പറഞ്ഞാൽ ശ്രദ്ധിക്കാതിരിക്കുക, കണക്കിലെടുക്കാതിരിക്കുക. ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞു അല്ലെങ്കിൽ ഒരു അഡ്വൈസ് കൊടുത്തു, എന്തെങ്കിലും പറഞ്ഞു, അത് കണക്കിലെടുക്കാതിരിക്കുക. അവഗണിക്കുക, എന്തെങ്കിലും കാര്യങ്ങൾ അവഗണിക്കുക അല്ലെങ്കിൽ ആരെയെങ്കിലും അവഗണിക്കുക. കൂട്ടാക്കാതിരിക്കുക, ഒരു കാര്യം ചെയ്യരുതെന്ന് പറഞ്ഞു പക്ഷെ അത് ചെയ്യുന്നു, അതായത് ഒരാൾ പറഞ്ഞ കാര്യം കൂട്ടാക്കാതിരിക്കുക. അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ പറയുന്നതോ മറ്റും കൂട്ടാക്കാതിരിക്കുക. ഡിസ്റിഗാർഡ് ശ്രദ്ധിക്കാതിരിക്കുക, കണക്കിലെടുക്കാതിരിക്കുക, അവഗണിക്കുക, കൂട്ടാക്കാതിരിക്കുക. ഇതൊരു വേർബ് ഫോമാണ്. റിലേറ്റഡ് വേർഡ്സ് സെയിം വേർഡ് തന്നെ വരുന്നുണ്ട്. ഇത് നൗണായിട്ടാണ്. അപ്പോൾ ഇവിടെ മലയാളത്തിൽ അവഗണന, അനാദരം, അനാസ്ഥ എന്ന വാക്കുകൾക്ക് നമുക്ക് അതിൻ്റെ ഇംഗ്ലീഷ് വാക്കാണ് ഡിസ്റിഗാർഡ്. ഇത് നമ്മൾ ചെയ്യുന്ന ഒരു ആക്ഷനാണ്. നമ്മൾ ഒരു ശ്രദ്ധിക്കാതിരിക്കുന്നതിനെയും കണക്കിലെടുക്കാതിരിക്കുന്നതിനെയും ഒരു കാര്യം ചെയ്യുന്നതിൽ ഒരു കാര്യം അവഗണിക്കുന്നതിനെയും മറ്റൊരാൾ പറഞ്ഞിട്ട് ഒരു കാര്യം കൂട്ടാക്കാതിരിക്കുന്നതിനെയും നമ്മൾ ഡിസ്റിഗാർഡ് എന്ന വാക്ക് വെച്ച് ഉപയോഗിക്കാം. അത് വെർബായിട്ട് ഉപയോഗിക്കുന്നു. ഇറ്റ്സ് ആൻ ആക്ഷൻ വേർബ്. ഡിസ്റിഗാർഡ് ഇവിടെ വരുന്നത് സെയിം വേർഡ് ആണെങ്കിലും നൗൺ ആണ്. അവഗണന, അനാദരം, അനാസ്ഥ എന്ന മലയാളം വാക്കുകളുടെ ഇംഗ്ലീഷ് വാക്കാണ് ഇവിടെ ഡിസ്റിഗാർഡ് ആയിട്ട് വരുന്നത്. So let's get started with the sentence usages. First one, she disregarded her grandmother's advice completely. She disregarded her grandmother's advice completely. അവളുടെ ഗ്രാൻഡ് മദർ, മുത്തശ്ശിയുടെ ഉപദേശം, അഡ്വൈസ് അവൾ അവഗണിച്ചു, അവൾ അത് കൂട്ടാക്കിയില്ല. Most people disregard traffic rules. Most people disregard traffic rules. ചില രാജ്യങ്ങളിൽ ചില സ്ഥലങ്ങളിലൊക്കെ എന്താ ഉള്ളത്, ചിലയിടത്ത് ട്രാഫിക് റൂൾസ് വളരെ നന്നായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് തന്നെ അറിയാം. ചില സ്ഥലങ്ങളിൽ എന്തുണ്ട്, മിക്ക ആൾക്കാരും, മോസ്റ്റ് പീപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ഒട്ടുമിക്ക ആൾക്കാരും, കൂടുതൽ ആൾക്കാരും മോസ്റ്റ് പീപ്പിൾ ഡിസ്റിഗാർഡ് ട്രാഫിക് റൂൾസ്. ട്രാഫിക് റൂൾസ് അവഗണിക്കുന്നുണ്ട്, അവരത് ഫോളോ ചെയ്യുന്നില്ല. മോസ്റ്റ് പീപ്പിൾ ഡിസ്റിഗാർഡ് ട്രാഫിക് റൂൾസ്. He shows complete disregard to other people's opinions. Opinions എന്ന് പറഞ്ഞാൽ എന്താ, അഭിപ്രായങ്ങൾ. അവൻ മറ്റുള്ള ആൾക്കാരുടെ അഭിപ്രായങ്ങൾ ഹി ഷോസ് കംപ്ലീറ്റ് ഡിസ്റിഗാർഡ് എന്നാണ് പറയുന്നത്. മുഴുവനായിട്ടും അവനൊരു അവഗണന കാണിക്കുകയാണ്, അത് അവഗണിക്കുകയാണ്. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളൊക്കെ അവൻ അവഗണിക്കുകയാണ്. ഇവിടെ വെർബല്ല യൂസ് ചെയ്തേക്കുന്നത്. സെന്റൻസ് ശ്രദ്ധിച്ച് നോക്കിയേ. ഹി ഷോസ് കംപ്ലീറ്റ് ഡിസ്റിഗാർഡ് ടു അതർ പീപ്പിൾസ് ഒപ്പീനിയൻസ്. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്ക് അവൻ അവഗണനയാണ് കൊടുക്കുന്നത്, അവനത് അവഗണിക്കാറുണ്ട്. ഹി ഷോസ് ഡിസ്റിഗാർഡ്, അവൻ അവഗണന കാണിക്കാറുണ്ട്. ഹി ഷോസ് കംപ്ലീറ്റ് ഡിസ്റിഗാർഡ് ടു അതർ പീപ്പിൾസ് ഒപ്പീനിയൻസ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ വാക്കും അതിൻ്റെ സെൻറ്റൻസ് യൂസേജസും പഠിച്ചു കഴിഞ്ഞു. നിങ്ങൾക്ക് ഈ ട്രെയിനിങ് സെഷൻ കണ്ടു കഴിയുമ്പോൾ ഇന്നത്തെ ഈ ട്രെയിനിങ് സെഷൻ വളരെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാൻ മറക്കരുത്. നിങ്ങൾ തരുന്ന ലൈക്സ് എനിക്ക് വളരെ ഇൻസ്പയറിംഗ് ആണ്. അതുപോലെ ഈ ട്രെയിനിങ് സെഷൻ മറ്റുള്ളവർക്കും യൂസ്ഫുൾ ആവും നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ട്രെയിനിങ് സെഷൻ മറ്റുള്ളവരുമായി ഷെയർ ചെയ്യുകയും ചെയ്യുക. ശ്രദ്ധിക്കുക, ഈ ചാനലിലോ ട്രെയിനിങ് സെഷൻസ് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ, വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്നെയും ചാനലിനെ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ, താല്പര്യമുണ്ടെങ്കിൽ താങ്ക്സ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് എന്നെയും ചാനലിനെ സപ്പോർട്ട് ചെയ്യാം. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ, ഇതേപോലുള്ള ട്രെയിനിങ് സെഷൻസ് നിങ്ങൾക്ക് മിസ്സാവാതിരിക്കണമെങ്കിൽ, റെഗുലറായിട്ട് കാണണമെങ്കിൽ ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം, നോട്ടിഫിക്കേഷൻ ബെല്ലിൽ ക്ലിക്ക് ചെയ്യാം. റെഗുലറായിട്ട് ക്വാളിറ്റി ട്രെയിനിങ് സെഷൻസ് ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഞാൻ ഓൺലൈൻ കോഴ്സസ് ഓഫർ ചെയ്യുന്നുണ്ട്. 3 തരം കോഴ്സസ് ഉണ്ട്. ഓൺലൈൻ കോഴ്സസ് എന്ന് ഉദ്ദേശിക്കുന്ന അറ്റ് പ്രസന്റ് ലൈവ് ട്രെയിനിങ് അല്ല പ്രൊവൈഡ് ചെയ്യുന്നത്. റെക്കോർഡഡ് ഓഡിയോ ക്ലാസ്സസ് വിത്ത് ചാറ്റ് സപ്പോർട്ട് അല്ലെങ്കിൽ ടെലിഫോണിക് സപ്പോർട്ടാണ്. 3 തരം കോഴ്സസ് ഉണ്ട്. ഫസ്റ്റ് വൺ സെൽഫ് സ്റ്റഡി പ്രോഗ്രാമാണ്. 900 rupees ആണ് വരുന്നത്. ആ ഒരു കോഴ്സിൽ നിങ്ങൾക്ക് സെൽഫ് സ്റ്റഡി പ്രോഗ്രാം മീൻസ് ട്രെയിനർ സപ്പോർട്ട് ഇല്ല,
നിങ്ങൾക്ക് മലയാളത്തിൽ മനസ്സിലാലോചിക്കുന്ന കാര്യങ്ങൾ ഗ്രാമർ മിസ്റ്റേക്സ് ഇല്ലാതെ ഇംഗ്ലീഷിൽ റൈറ്റിംഗിലും സ്പീക്കിങ്ങിലും എക്സ്പ്രസ് ചെയ്യാനുള്ള ട്രെയിനിങ് ആണ്. മലയാളത്തിൽ ആലോചിച്ച കാര്യങ്ങൾ ഇംഗ്ലീഷിൽ കിട്ടണം. നിങ്ങൾക്ക് ഒരു 10 സെൻറ്റൻസ് ആലോചിച്ചാൽ 8 എണ്ണം കിട്ടണം. മലയാളത്തിൽ ആലോചിക്കുന്ന കാര്യങ്ങൾ ഇംഗ്ലീഷിൽ പറയുമ്പോൾ തെറ്റുകളില്ലെന്ന് ഉറപ്പാക്കണം. റൈറ്റ് ടൈമിൽ സിമ്പിൾ വേർഡ്സ് മനസ്സിൽ വരണം. ഒരാളോട് ചോദ്യം ചോദിക്കാനോ ഉത്തരം പറയാനുള്ള സ്കിൽസ് ഡെവലപ്പ് ചെയ്യണം. ഒരു ഇമെയിൽ അയക്കാനോ ഒരു ലെറ്റർ എഴുതാനോ നിങ്ങൾക്ക് മലയാളത്തിൽ ആലോചിക്കുന്ന കാര്യങ്ങൾ തെറ്റുകൂടാതെ സംസാരിക്കാനും എഴുതാനും ഉള്ള സ്കിൽസിൻ്റെ ട്രെയിനിങ് ആണ്. ശ്രദ്ധിക്കുക, കോഴ്സിൽ റെക്കോർഡഡ് ഓഡിയോ ക്ലാസ്സസ് ആണ് 30 ഡേയ്സിലേക്ക് വരുന്നത്. അതിൽ നിങ്ങൾക്ക് 30 ദിവസത്തേക്കുള്ള ക്ലാസ്സസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. റെക്കോർഡഡ് ഓഡിയോ ക്ലാസ്സസ് കേട്ട് പഠിക്കുന്ന ക്ലാസ്സസ് ആണ്. അതിൽ 10 എക്സാംസും അതിൻ്റെ ആൻസർ കീസും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഞാനൊരു ബുക്കിൻ്റെ ഓതറാണ്. അതിൻ്റെ ഈ ബുക്കും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ശ്രദ്ധിക്കുക, 900 റുപ്പീസിന് സെൽഫ് സ്റ്റഡി പ്രോഗ്രാമാണ്. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഓഫർ ചെയ്യുന്ന 1 മന്ത് കോഴ്സിൻ്റെ ഡിജിറ്റൽ കോഴ്സാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൂടാതെ പ്രോ ലെവൽ കോഴ്സസ് 2 ലെവൽസ് ഉണ്ട്. ലെവൽ 1 കോഴ്സും ലെവൽ 2 കോഴ്സും. ലെവൽ 1 കോഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് നേരത്തെ പറഞ്ഞ റെക്കോർഡഡ് ഓഡിയോ ക്ലാസ്സസിൻ്റെ കൂടെ നിങ്ങൾക്ക് പേഴ്സണൽ ട്രെയിനറിൻ്റെ ചാറ്റ് സപ്പോർട്ട് ഉണ്ടാവും. വാട്സ്ആപ്പ് ബേസ്ഡ് ചാറ്റ് സപ്പോർട്ട് ഉണ്ടാവും. അറ്റ് പ്രസൻറ്റ് ഞാനാണ് സർവീസ് ഓഫർ ചെയ്യുന്നത്. നിങ്ങൾക്ക് 30 ഡേയ്സിൻ്റെ ക്ലാസ്സിന് 45 ഡേയ്സ് വാലിഡിറ്റി ഉണ്ട്. നിങ്ങൾക്ക് അയച്ചു തരുന്ന ക്ലാസ്സസ് നിങ്ങൾക്ക് ലൈഫ് ടൈം നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാം. ബട്ട് പേഴ്സണൽ ട്രെയിനറിൻ്റെ സപ്പോർട്ട് 45 ഡേയ്സ് വരെയാണ് പ്രൊവൈഡ് ചെയ്യുക. ഞാനൊരു ബുക്കിൻ്റെ ഓതറാണ്. ഇത് ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എടുക്കുന്ന ക്ലാസ്സസിൻ്റെ പുസ്തക രൂപമാണ്. ശ്രദ്ധിക്കുക, ഗ്രാമർ റൂൾസ് അല്ല വരുന്നത്. മറ്റ് പുസ്തകങ്ങൾ പോലെ ഗ്രാമർ റൂൾസ് അങ്ങനെ ഡിസ്ക്രിപ്റ്റീവായിട്ട് എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടില്ല. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ക്ലാസ് എടുക്കുന്നത് എങ്ങനെയാണോ ആക്ടിവിറ്റി ബേസ്ഡ് ക്ലാസ്സസ് ആണ്. അതിൻ്റെ ക്ലാസ്സസ് ഉണ്ട്. അതിൻ്റെ മലയാളം ട്രാൻസ്ലേഷനാണ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. ഇപ്പോൾ ഈ ബുക്ക് ഒറിജിനൽ ബുക്കും ഈ ബുക്കും അവൈലബിൾ ആണ്. 257 പേജാണ് ടോട്ടലായിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ സിലബസ് വരുന്നത് ഇൻഡെക്സ് ജസ്റ്റ് കണ്ടൻസ് ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. ഫസ്റ്റ് വൺ വരുന്നത് കമ്മ്യൂണിക്കേറ്റീവ് ഐറ്റംസ് ആണ്. കമ്മ്യൂണിക്കേറ്റീവ് ഐറ്റംസ് ഉദ്ദേശിക്കുന്നത് സെൽഫ് ഇൻട്രൊഡക്ഷൻ, ക്ലാസ് റൂം ലാംഗ്വേജ്, കുട്ടികൾക്ക് ക്ലാസ് റൂമിൽ ഉപയോഗിക്കേണ്ട കാര്യങ്ങളുണ്ട്, ടീച്ചേഴ്സിന് തിരിച്ചു പറയാനുള്ള കാര്യങ്ങളുമുണ്ട്. അതുപോലെ തന്നെ ഇൻട്രൊഡ്യൂസിങ് അതേഴ്സ്, ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ്, ടോക്കിംഗ് അബൌട്ട് പ്ലേസസ്, ടോക്കിംഗ് അബൌട്ട് ടൈം, ഷുഡ്, മേ, മൈറ്റ്, വിൽ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് വിത്ത് മലയാളം ട്രാൻസ്ലേഷൻ. രണ്ടാമത് വരുന്ന കാര്യം ഇതാണ്, സിറ്റുവേഷണൽ കോൺവെർസേഷൻസ്. നിങ്ങൾക്ക് കാണാം, നിങ്ങളുടെ ലൈഫിൽ ഉപയോഗിക്കാൻ സാധ്യതയുള്ള കോൺവെർസേഷണൽ സിറ്റുവേഷൻസ് ആണ്. കാണാൻ പഠിക്കാൻ വേണ്ടിയല്ല, അതിൻ്റെ ഇംഗ്ലീഷ് സെൻറ്റൻസസ് ഉണ്ട്. ഞങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അത് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ആക്ടിവിറ്റി ബേസ്ഡ് ആണ്. ഇത് നിങ്ങൾക്ക് പുസ്തക രൂപത്തിലാണ്, നിങ്ങൾക്ക് അതിൻ്റെ മെറ്റീരിയൽസ് ആണ് തരുന്നത്. വിത്ത് മലയാളം ട്രാൻസ്ലേഷൻ ആണ് വരുന്നത്. അവിടെ കമ്മ്യൂണിക്കേറ്റീവ് ഗ്രാമർ നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നു ക്യാമറയിൽ. കമ്മ്യൂണിക്കേറ്റീവ് ഗ്രാമർ പോർഷൻസ് ഓൾറെഡി യൂട്യൂബിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് അവിടെ നിന്ന് അറ്റൻഡ് ചെയ്യാം. അതുകൂടാതെ അതിൻ്റെ മെറ്റീരിയൽസ് ഇവിടെ പ്രൊവൈഡ് ചെയ്ത് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യാം. ബേസിക്സ് ഇൻ ഇംഗ്ലീഷും സിമ്പിൾ ആൻഡ് കണ്ടിന്യൂസ് ടെൻസസുമാണ് അതിൻ്റെ ട്രാൻസ്ലേഷൻസ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കത് പ്രാക്ടീസ് ചെയ്യാം. ശ്രദ്ധിക്കുക, പെർഫെക്റ്റ് ടെൻസസ് ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടില്ല. പിന്നെ വരുന്ന കാര്യമാണ് വേർഡ് പവർ. വേർഡ് പവർ എന്ന് ഉദ്ദേശിക്കുന്നത് ഇംഗ്ലീഷ് ഭാഷയിൽ നിങ്ങൾ ഉപയോഗിക്കാൻ വെരി കോമൺ ആയിട്ട് ഉപയോഗിക്കാൻ സാധ്യതയുള്ള 300 വേർഡ്സ്, 300 വേർഡ്സിൻ്റെ വിത്ത് പ്രസന്റ് ആൻഡ് പാസ്റ്റ് ഫോംസും അതിൻ്റെ മലയാളം അർത്ഥങ്ങളുമാണ് വരുന്നത്. ആ വേർഡ്സിൻ്റെ ട്രെയിനിങ് തന്നെയാണ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത് കുറച്ചുകൂടെ ഹയർ എൻഡ് വേർഡ്സ് ആണ്, കുറച്ചുകൂടെ അഡ്വാൻസ് വേർഡ്സിനകത്ത് വരുന്നുണ്ട്. ഇത് ബേസിക് വേർഡ്സ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൂടാതെ വരുന്നത് സെൽഫ് അസസ്മെൻ്റ് ഉണ്ട്. സെൽഫ് അസസ്മെൻ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഇതിനകത്ത് ഗ്രാമർ പോർഷൻസും വേർഡ്സും ഒക്കെ പ്രാക്ടീസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഒരു സെൽഫ് അസസ്മെൻറ്റ് ചെയ്യാം. സെൽഫ് അസസ്മെൻ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇതൊരു ട്രാൻസ്ലേഷൻ ചാലഞ്ചാണ്. നിങ്ങൾക്ക് മലയാളത്തിലൂടെ സെൻറ്റൻസസ് ഉണ്ട്. നിങ്ങൾക്ക് ഒരു പെൻസിൽ വെച്ച് അതിൽ ആൻസർ ചെയ്യാം. അതിനുശേഷം എഴുതിയ ആൻസേഴ്സ് കറക്റ്റ് ആണെന്ന് അറിയണ്ടേ, അതിന് സെൽഫ് അസസ്മെൻറ്റിൻ്റെ ആൻസർ കീ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടാതെ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എടുക്കുന്ന ടോപ്പിക് പ്രസൻറ്റേഷൻസിൻ്റെയും ഗ്രൂപ്പ് ഡിബേറ്റ്സിൻ്റെ മോഡൽസും 2 എണ്ണം വീതം കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ബുക്കിൻ്റെ വില 300 റുപ്പീസാണ് ഒറിജിനൽ ബുക്കിൻ്റെ പ്രൈസ്. അതിൻ്റെ 300 റുപ്പീസ് ബുക്കിന് വരുന്നുണ്ട്. അത് കൂടാതെ 50 രൂപ ഷിപ്പിംഗ് ചാർജും ഉണ്ട്. 300 + 50 350 രൂപയാണ് വരുന്നത്. അതുകൂടാതെ ഇതിൻ്റെ ഇ ബുക്ക് പതിപ്പുമുണ്ട്. ഇ ബുക്ക് എന്ന് ഉദ്ദേശിക്കുന്നതിൻ്റെ PDF ഫോർമാറ്റാണ്. ഈ ബുക്ക് നിങ്ങൾക്ക് ലോകത്തിൽ എവിടെ നിന്ന് വേണമെങ്കിലും ഓർഡർ ചെയ്യാം. വാട്സാപ്പിലൂടെയോ ഇമെയിലിലൂടെയോ നിങ്ങൾക്ക് PDF ഫോർമാറ്റ് ഇ ബുക്ക് അയച്ചു തരുന്നുണ്ട്. ഈ ബുക്ക് തന്നെയാണ് തരുന്നത്. ഒറിജിനൽ ബുക്കിൻ്റെ ഇ ബുക്കാണ്, PDF ഫോർമാറ്റാണ്. അതിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ഭാഗങ്ങൾ പ്രിൻ്റ് ഔട്ട് എടുത്ത് പ്രാക്ടീസ് ചെയ്യാം. ഈ ബുക്കിന് 200 രൂപയാണ് വില വരുന്നത്. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന രണ്ടാമത്തെ വാക്കാണ് കണ്ടംപ്റ്റ്. വാക്ക് ശ്രദ്ധിക്കുക, കണ്ടംപ്റ്റ്. CONTEMPT, കണ്ടംപ്റ്റ്. എന്താ അർത്ഥം വരുന്നത്? പുച്ഛം, അല്ലെ നിന്ന, അല്ലെങ്കിൽ അവജ്ഞ എന്ന അർത്ഥമാണ് വരുന്നത്. ശ്രദ്ധിക്കുക, കണ്ടംപ്റ്റ്, പുച്ഛം, നിന്ന, അവജ്ഞ. റിലേറ്റഡ് വേർഡ്സിൽ വരുന്നത് കണ്ടംപ്ച്യുവസ്ലി എന്ന് പറഞ്ഞാൽ എന്താ? പുച്ഛത്തോടെ അല്ലെങ്കിൽ അവജ്ഞയോടെ, നിന്നയോടെ എന്ന അർത്ഥമാണ് വരുന്നത്. കണ്ടംപ്ച്യുവസ്ലി, CONTEMPTUOUSLY, കണ്ടംപ്ച്യുവസ്ലി, പുച്ഛത്തോടെ അല്ലെ നിന്നയോടെ എന്ന അർത്ഥമാണ് വരുന്നത്. നമുക്ക് സെന്റൻസ് യൂസേജസിലേക്ക് കടക്കാം. ഫസ്റ്റ് വൺ, ഹി ലുക്ക്ഡ് അറ്റ് ഹർ വിത്ത് കണ്ടംപ്റ്റ്. അവൻ പുച്ഛത്തോടെ അവളെ നോക്കി. He looked at her with contempt. He showed his contempt to the dress code at his office by wearing casual dress. He showed his contempt
ടു ദ ഡ്രസ് കോഡ് അറ്റ് ഹിസ് ഓഫീസ് ബൈ വെയറിങ് കാഷ്വൽ ഡ്രസ്. അതായത് അവൻ്റെ ഓഫീസിൽ ഒരു ഫോർമൽ ഡ്രസ് കോഡ് ഉണ്ട്, അങ്ങനെ വേണം നിർബന്ധം പറഞ്ഞിട്ടുണ്ട്. അവൻ ആ ഒരു നിർദ്ദേശത്തോട് പുച്ഛം കാണിച്ചു, അല്ലെങ്കിൽ അത് അവഗണിച്ചു. എങ്ങനെയാണ് അവഗണിച്ചത്? വെയറിങ് കാഷ്വൽ ഡ്രസ് ധരിച്ച് ആ ഒരു ഫോർമൽ ഡ്രസ് കോഡിനോട് അവൻ പുച്ഛം കാണിച്ചു. ഹി സ്പോക്ക് കണ്ടംപ്ച്വസ്ലി അബൌട്ട് ഹിസ് എംപ്ലോയർ. അവൻ്റെ എംപ്ലോയറിനെ പറ്റി, അവൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ എംപ്ലോയർ ഉണ്ടല്ലോ, ജോലി കൊടുത്ത ആൾ, അയാളെ ആ എംപ്ലോയറിനെ പറ്റി അവൻ പുച്ഛത്തോടെ സംസാരിച്ചു. കണ്ടംപ്ച്വസ്ലി പുച്ഛത്തോടെ. ദ ഹോസ്റ്റൽ വാർഡൻ ഡിസ്മിസ്ഡ് ദ കംപ്ലൈൻറ്റ്സ് ഓഫ് ദ സ്റ്റുഡൻസ് കണ്ടംപ്ച്വസ്ലി. എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് സ്റ്റുഡൻസ് കുറച്ച് പരാതികൾ പറഞ്ഞു ഹോസ്റ്റൽ വാർഡനോട്, ആ പരാതികളൊക്കെ അവർ പുച്ഛത്തോടെ തള്ളിക്കളഞ്ഞു.